നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്ത്? ഈ നഗരം നശിപ്പിക്കുമെന്നോ? ഈ നഗരത്തിലെ തിന്മകൾ അത്ര വലുതാണ്. കർത്താവ് ഈ നഗരത്തിലെ തിന്മകൾ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ ഈ നഗരം നശിപ്പിക്കാനായി അയച്ചിരിക്കുകയാണ്. എന്റെ 2 പെൺമക്കൾ ഈ നഗരത്തിലെ ആൺകുട്ടികളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവരെ കൂടി കൂട്ടിക്കൊള്ളൂ. ശരി, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. പെൺമക്കളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആൺകുട്ടികളുടെ അടുത്തേക്ക് ലോത്ത് പോകുന്നു. ഞാൻ പറയുന്നത് കേൾക്കൂ. നമുക്ക് ഇപ്പോൾ തന്നെ രക്ഷപ്പെടണം. ദൈവം തന്നെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട് ഈ നഗരം നശിപ്പിക്കുവാൻ. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? പക്ഷേ എന്തിനാണ് ദൈവം ഈ നഗരത്തെ നശിപ്പിക്കുന്നത്? ഈ നഗരം എന്തായി തീരുമെന്ന് ദൈവത്തിനറിയാം. ഈ നഗരത്തിലെ തിന്മകളെല്ലാം ദൈവം കണ്ടിരിക്കുന്നു. എന്തൊരു ഉത്തരമാണ് ഈ പറയുന്നത്? അല്ല അല്ല, ദൂതന്മാർ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പറഞ്ഞു. വരൂ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം. ഞാൻ തമാശയല്ല പറയുന്നത്. നിങ്ങൾ വന്നില്ലെങ്കിൽ ഈ നഗരത്തിൽ വെച്ച് നിങ്ങളും നശിച്ചു പോകും. ലോത്തിന്റെ മക്കൾ കൂടെ പോകാൻ തയ്യാറായില്ല. ലോത്ത് തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്ത് പറ്റിയത്? അവരെല്ലാം എവിടെയാണ്? അവർ വന്നില്ല. ദൂതന്മാർ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ അവരോട് പലതവണ പറഞ്ഞു. അവർ എന്നെ വിശ്വസിച്ചില്ല. സമയം തീരാറായി. നീ ഇപ്പോൾ തന്നെ പുറപ്പെടണം. ഈ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങ് ദൂരെ മലമുകളിൽ എത്തുന്നതുവരെ നീ നിൽക്കരുത്. നിന്റെ ജീവനായി നീ ഓടുക. പക്ഷേ നീ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. ശരി യജമാനനെ. വരൂ, നമുക്ക് പോകാം. ലോത്തും കുടുംബവും മലമുകളിലേക്ക് ലക്ഷ്യമായി ഓടി. പെട്ടെന്ന് വരൂ, പുറകോട്ട് തിരിഞ്ഞു നോക്കരുതേ. 10 നീതിമാന്മാരെ പോലും ആ നഗരത്തിൽ കാണാത്തത് കൊണ്ട് ആ നഗരത്തെ കത്തിച്ച് ചാമ്പലാക്കി. ലോത്തും അവന്റെ കുടുംബവും നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു. പക്ഷേ ലോത്തിന്റെ ഭാര്യ ദൂതന്മാർ പറഞ്ഞത് കേൾക്കാതെ എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി പുറകോട്ട് തിരിഞ്ഞു നോക്കി. നോക്കിയവിടം തന്നെ അവൾ ഉപ്പുതൂണായി മാറി. ഓ എന്റെ ദൈവമേ! എന്താണ് അപ്പ സംഭവിച്ചത്? ഒന്നുമില്ല, തിരിഞ്ഞു നോക്കരുത്. ലോത്തും മക്കളും ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ചത് കൊണ്ട് രക്ഷപ്പെടുകയും ദൈവത്തിന്റെ ആജ്ഞ കേൾക്കാതെ തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറുകയും ചെയ്തു. ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോത്തിന്റെ ഭാര്യയെ പോലെ ദൈവത്തെ വിശ്വസിക്കാതെയും വെറും ഒരു ദൈവത്തിൽ അവിശ്വസിക്കാതെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ദൈവത്തിന്റെ വചനം പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലും ഉയരാം. ആയതിനാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അവനെ മാത്രം വിശ്വസിച്ച് നമുക്ക് മുന്നേറാം.